പുതുപ്പള്ളിയുടെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം ജനിക്കുകയായിരുന്നു. എന്നാൽ ആ വിജയത്തിന്റെ ആഹ്ലാദ ആരവങ്ങൾക്കിടയിലും കേരളം കണ്ടത് രാഷ്ട്രീയത്തിനപ്പുറം നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ചയ്ക്കായിരുന്നു. വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട ഒരു ജനനായകന്റെ ബലിയാടാക്കപ്പെട്ട മകൻ പിതാവിന്റെ കല്ലറയ്ക്ക് മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച. അത് കേവലം ഒരു മകന്റെ കണ്ണീരായിരുന്നില്ല, മറിച്ച് അപ്പനോട് പുതുപ്പള്ളിയിലെ ജനങ്ങൾ കാണിച്ച നീതിയുടെ, സ്നേഹത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു. അപ്പന്റെ അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും ചാണ്ടിയുമ്മൻ തന്നെ വണ്ടി തിരിക്കുമ്പോൾ ലക്ഷ്യം ഒന്നേയുള്ളൂ: തന്നെ നെഞ്ചിലേറ്റിയ ജനങ്ങളോട് നന്ദി പറയുക. തിരുവനന്തപുരത്തേക്ക് നീണ്ട ആ യാത്ര ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ അഹങ്കാര യാത്ര ആയിരുന്നില്ല, മറിച്ച് ഒരു ജനസേവകന്റെ വിനയത്തിന്റെ പ്രയാണം തന്നെയായിരുന്നു. ഈ യാത്രയിലുടനീളം നമ്മൾ കാണുന്നത് ചാണ്ടിയുമ്മൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകളുടെയും വ്യക്തിത്വത്തിന്റെയും വ്യത്യസ്തതയാണ്. ഒരു നേതാവും ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്ത ഒരു നന്ദിയാണ് ജനങ്ങളോട് ഈ ചാണ്ടിയുമ്മൻ കാണിക്കാൻ പോകുന്നത്. തനിക്ക് വോട്ട് ചെയ്ത ഓരോരുത്തരെയും കണ്ട് നന്ദി പറയുക എന്ന ദൃഢമായ ലക്ഷ്യത്തിലാണ് ചാണ്ടിയുമ്മൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി തിരിക്കുന്നത്. അതിലുടനീളം വഴിയിൽ പോസ്റ്ററുകൾ പതിപ്പിച്ച തന്റെ അണികളോട് അതെല്ലാം എടുത്തു മാറ്റാനും ആജ്ഞാപിക്കുകയാണ് അദ്ദേഹം. ആരും എന്നെ ഫേമസ് ആക്കേണ്ടതില്ല, ഞാൻ ചെയ്യുന്നത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയെന്ന ഒരു വിനയത്തിലാണ് ചാണ്ടിയുമ്മൻ നിൽക്കുന്നത്. അപ്പനെ വേട്ടയാടിയവർക്കെതിരെ പകയോ പ്രതികാരമോ അല്ല, മറിച്ച് സ്നേഹവും കരുണയുമാണ് തന്റെ രാഷ്ട്രീയമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു. വിവാദങ്ങളുടെ കൊടുങ്കാറ്റിലും പതറാത്ത നിലപാടുകളുമായിട്ട് വിനയത്തിന്റെ പുതിയൊരു രാഷ്ട്രീയ ശൈലിക്ക് ചാണ്ടിയുമ്മൻ തുടക്കം കുറിക്കുന്നു. അതിനിടയ്ക്ക് KPCC പ്രസിഡന്റ് ചാണ്ടിയുമ്മനെ ആക്കണമെന്ന ഫ്ലെക്സ് ബോർഡുകൾക്ക് എതിരെയും അദ്ദേഹം പ്രതികരിക്കാൻ മറന്നില്ല. അത് ആവശ്യമില്ലാത്തതാണ്. ജനങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, അതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന ഉറച്ച നിലപാടായിരുന്നു ചാണ്ടിയുമ്മൻ എടുത്തത്. ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളിൽ കൂടി നിൽക്കുന്ന ഒരു പുതിയ നായകനാണ് പുതുപ്പള്ളിയും കേരളവും കാണുന്നത്. അദ്ദേഹം തന്റെ അപ്പന്റെ കല്ലറക്കരികിൽ നിന്നും പൊട്ടിക്കരയുന്ന വീഡിയോ ചേർക്കുന്നു, കാണാം. അടച്ചു വാങ്ങി വെച്ചോ.